ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും കുക്കിംഗ് റേഞ്ചിലേക്ക് സ്വാഗതം. പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ്. ഈ കളറിൽ തന്നെ പാഷൻ ഫ്രൂട്ട് വേണമെന്നില്ല, യെല്ലോ കളറിലെ പാഷൻ ഫ്രൂട്ട് ആയാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു നാരങ്ങയും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാര അല്ലെങ്കിൽ ഹണിയാണ്. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം പഞ്ചസാരയാണ്, അതാണ് ഞാൻ പഞ്ചസാര യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി പാഷൻ ഫ്രൂട്ട് രണ്ടും കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പാഷൻ ഫ്രൂട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു വൈറ്റ് കോട്ടിങ്ങിൻ്റെ ഉള്ളിലാണ് ഈ ജ്യൂസൊക്കെ ഉള്ളത്. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ വൈറ്റ് കോട്ടിങ്ങോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. മഴക്കാലത്താണല്ലോ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ പാഷൻ ഫ്രൂട്ട് ധാരാളം ഉണ്ടാകാറുള്ളത്. ആ സമയത്ത് വീട്ടിൽ വന്ന ഗസ്റ്റിനൊക്കെ ഞാനിത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ ലൈമൊക്കെ ചേർത്തിട്ട്. എല്ലാവരും അടിപൊളി ടേസ്റ്റാന്നൊക്കെ ഒരുപാട് കമൻസൊക്കെ പറയും, പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ആണെന്ന്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങയും കൂടി ചേരുമ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാഷൻ ഫ്രൂട്ടിലേക്ക് നമ്മൾ നാരങ്ങ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, പാഷൻ ഫ്രൂട്ടിൻ്റെ പുളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് നാരങ്ങയുടെ അളവ് നിശ്ചയിക്കുക കേട്ടോ. ഇനി എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. 2-3 ഐസ് ക്യൂബ്സും കൂടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിത് അടിച്ചെടുക്കാം. ഇനി മിക്സിയിലെ ജാറിൽ നിന്നുള്ള ജ്യൂസെല്ലാം നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കണം. നിറയെ സീഡ്സ് ഉണ്ടല്ലോ പാഷൻ ഫ്രൂട്ടിൽ, അപ്പോൾ അതാണ് ആ കറുത്ത കളറിൽ ക്രഷ്ഡായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ അരിച്ച് മാറ്റിയാൽ മാത്രമേ ഫൈനായിട്ടുള്ള ജ്യൂസ് കിട്ടുള്ളൂ. ഇത് വളരെയധികം കോൺസെൻട്രേറ്റഡ് പുളിയും മധുരമൊക്കെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഈ ജ്യൂസ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. പുളിയും മധുരമൊക്കെ പാകപ്പെടുത്തി എടുക്കുമ്പോൾ മധുരത്തിന് കുറവ് തോന്നുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ എളുപ്പം അലന്ന് കിട്ടും. പിന്നെ തണുപ്പ് താല്പര്യം ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ള നല്ല നാച്ചുറായിട്ടുള്ള ജ്യൂസാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്താൽ നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ഐറ്റത്തിലൂടെ നമുക്കിനി കാണാം കേട്ടോ.